രാഷ്ട്രീയ കേരളം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിനായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗയാത്ര തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഐക്യവും കരുത്തും വിളിച്ചോതുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വേദിയിൽ വെച്ച് തിരുവനന്തപുരം എം.പി. ശശി തരൂർ നടത്തിയ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അടുത്തിടെയൊന്നും കാണാത്ത വിധം കോൺഗ്രസിനെ ഇത്രയധികം പുകഴ്ത്തിയും പ്രോത്സാഹിപ്പിച്ചും തരൂർ സംസാരിച്ച ഒരു വേദി ഉണ്ടായിട്ടില്ല. ഇന്ന് പുതുയുഗയാത്രയുടെ സമാപനം മാത്രമല്ല, കേരളത്തിൽ ഒരു പുതുയുഗത്തിന്റെ ആരംഭമാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭരണമാറ്റത്തിനുള്ളതാണെന്നും ഈ വിജയം ജനങ്ങളുടേതാണ് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന UDF മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. തരൂർ തന്റെ പ്രസംഗത്തിൽ ഉടനീളം കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുകയും പ്രവർത്തകരിൽ വലിയ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഈ വേദിയെ കൂടുതൽ ധന്യമാക്കി എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയുമായി തരൂർ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 വിസ്മയ ഗ്യാരണ്ടികൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയുടെ സാമ്പത്തിക സഹായം, അതുപോലെ ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി വർദ്ധിപ്പിക്കും. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്, യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ എന്നിവയാണ് ആ ഉറപ്പുകൾ. ആ 5 ഉറപ്പുകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് ഉയർന്ന കരഘോഷം കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. സാധാരണക്കാരന്റെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ഈ ഗ്യാരണ്ടികൾ ഓരോ കോൺഗ്രസ് നേതാവിനും വലിയ ആവേശമാണ് നൽകിയത്. തരൂർ ഈ വേദിയിൽ ഇത്രയധികം സന്തോഷവാനായി കാണപ്പെട്ടതും കോൺഗ്രസ് ഭരണത്തിലേക്ക് മടങ്ങി വരും എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും ഈ ജനപ്രിയ പദ്ധതികളുടെ കരുത്തുകൊണ്ടുകൂടിയാണ്. ഐക്യത്തോടെയുള്ള കോൺഗ്രസിന്റെ ഈ മുന്നേറ്റം CPM-നെയും BJP-യെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നത് തീർച്ച. ശശി തരൂരും വി.ഡി. സതീശനും KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വെറുമൊരു യാത്രയുടെ സമാപനമല്ല, മറിച്ച് കേരളത്തിന്റെ ഉജ്ജ്വലമായ ഭാവിയിലേക്കുള്ള തുടക്കമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്തായാലും ശശി തരൂരിന്റെ ആ ആവേശകരമായ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ UDF നേതാക്കളെ, തിരുവനന്തപുരത്ത് കൂടിയെത്തിയ എല്ലാ മഹാജനങ്ങളെ, ഇന്ന് പുതുയുഗ യാത്രത്തിന്റെ സമാപനം മാത്രമല്ല, ഒരു പുതുയുഗത്തിന്റെ ആരംഭമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ സംസ്ഥാനത്തിനെ ഭരിക്കാൻ പോകുന്നത്. ഈ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. UDF നിങ്ങളുടെ പേരിൽ ഈ നാടിൽ ഒരു പുതിയ ഒരു യുഗം കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട. ഓരോരോ ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യവസായങ്ങളെ കൊണ്ടുവരാൻ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ആവശ്യമുണ്ട്, തൊഴിൽ ആവശ്യമുണ്ട്. ഇതിനെല്ലാത്തിനെയും കുറിച്ച് ചിന്തിച്ച് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് UDF. നിങ്ങളുടെ നാളെ നന്നാക്കാനാണ് UDF മത്സരിക്കുന്നത്. ഞാൻ ഒരിക്കലും കൂടി നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഈ വിജയം നിങ്ങളുടെ ആയിരിക്കും, UDF-ന്റെ ആയിരിക്കും. ജയ് UDF, ജയ് ഹിന്ദ്.